മനസ്സിൽ പൊളിറ്റിക്സ് ഉണ്ട് എങ്കിൽ അത് സ്വാഭാവികമായി അത് പുറത്തേക്ക് വരും. അതാണ് സംഭവിച്ചത്. അല്ല, പലപ്പോഴും നമ്മൾ നോർത്ത് ഇന്ത്യൻ രാഷ്ട്രീയക്കാരിലെ പലപ്പോഴും ഈ സവർക്കറെ പറഞ്ഞു കഴിയുമ്പോൾ ഈ ഇന്ത്യ മുന്നണിയിലെ ആൾക്കാർ തന്നെ അത് മാത്രം പറയരുതെന്ന് പറയാറുണ്ട്. അല്ല, അത് യഥാർത്ഥത്തില് സംഘപരിവാറിന്റെ പൊളിറ്റിക്സിനെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ്. ഇത് ഇപ്പോഴും സംഘപരിവാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു നീറ്റ് പരീക്ഷ അങ്ങനെ എന്തൊക്കെയോ ചെറിയ സംവിധാനം ഉണ്ടായി, ഞങ്ങളെ അങ്ങ് തീർത്ത് കളഞ്ഞു, RSS പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വിശുദ്ധരാവണം. അതല്ല, ഇത് രണ്ട് തരത്തിൽ. ഇന്ത്യയിലെ അൾട്രാ റൈറ്റ് ഒരു വശത്തും മറുവശത്ത് ജനാധിപത്യ വിശ്വാസികളും അണിനിറഞ്ഞ ഒരു ജനാധിപത്യത്തിന്റെ ബാറ്റിൽ ഫീൽഡായിരുന്നു. ആ ബാറ്റിൽ ഫീൽഡിൽ നിന്നുകൊണ്ട് ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുക. ഈ ധർമ്മേന്ദ്ര പ്രധാൻ ഇത്രയും കാലമായി ഇവർക്ക് പ്രിയപ്പെട്ടവരായി ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? ചരിത്രത്തെ ഇല്ലാതായിക്കൊണ്ടിരിക്കലായിരുന്നു. അവർക്കില്ലാത്ത ലെഗസി ഉണ്ടാക്കലായിരുന്നു. അതോടൊപ്പം തന്നെ ചരിത്രത്തെ അവർ തിരിച്ചുകൊണ്ടുവരായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ആ വേദിയിൽ ഞാൻ ഉദ്ദേശിച്ചത്. അതായിരുന്നു. അവസാനം ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ പ്രസംഗത്തിനോടുള്ള പിന്നീട് സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി മാറിയായിരുന്നു. എങ്ങനെയൊരു പ്രതികരണം എങ്ങനെയുണ്ടായിരുന്നു? അല്ല, അത് ഒരുപാട് പേര് വിളിക്കുകയും ഒരുപാട് പേര് വളരെ അഭിനന്ദനം അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലേ, അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഞാനതിനെ കാണുന്നത് നമ്മളെ ഓരോ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു. നമ്മൾ ആ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായി ഇത് ചെയ്യുന്നു. ഞാനല്ല, വേറൊരാളാണ് ഡിവൈഎഫ്ഐയുടെ ഭാഗത്തവിടെ നിന്നാലും ഡിവൈഎഫ്ഐക്കാരന് ഇത് തന്നെയാണ് ചെയ്യാൻ കഴിയുക. ഒരു പൊളിറ്റിക്സ് ഉണ്ട്, പൊളിറ്റിക്കൽ കോസ് ഉണ്ട്. ആ കോസിന് വേണ്ടി എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അവർക്ക് വേണ്ടി. അത് എവിടെയായാലും, അത് സമരങ്ങളിലാകട്ടെ, അല്ലെങ്കിൽ വേദനിക്കപ്പെടുന്ന മനുഷ്യരുടെ അടുത്താകട്ടെ, പ്രശ്നങ്ങളിലാകട്ടെ, നമുക്കൊരു പൊളിറ്റിക്കൽ നിലപാടുണ്ട്. ആ നിലപാടിന്റെ മുന്നിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അപ്രസക്തമാകും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന എന്റെ രാഷ്ട്രീയ വിദ്യാർത്ഥി വന്നൊരു കാര്യം. ജന്തർ മന്തർ പ്രസംഗം വളരെയധികം വൈറലായിരിക്കുകയാണ്. അതിന്റെ ഒരു സന്തോഷത്തിൽ കൂടിയാണ് ഇവിടെ കാര്യം. SFIക്കാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ നിരാഹാര സമരം അനുഷ്ഠിച്ചിരുന്നു. അതിനുശേഷം നേടിയ ഒരു വലിയ വിജയത്തിന്റെ ആഹ്ലാദത്തിലാണ് ഇടതുപക്ഷ പ്രവർത്തകരും അതുപോലെ തന്നെ CJP പ്രവർത്തകരും. ഹരി മുണ്ടൂരിനൊപ്പം D. ധനസുമോദ്, മീഡിയ 1, ഡൽഹി.